أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والإمام الشاليات وسائر مشائخه وجميع المؤمنين والمؤمنات. काम वो ले लीजिए तुमको जो राजी करे, ठीक हो नामे रज़ा तुम पे करोड़ों दुरूद. अशहदु अल्ला इलाहा इल्लल्लाह व अशहदु अन्ना सय्यदना मुहम्मदन अब्दुहु व रसूलुहु सल्लल्लाहु अलैहि वसल्लम. बिस्मिल्लाहिर रहमानिर रहीम. या अय्युहन नबिय्यु हस्बुकल्लाहु व मन इत्तबअक मिनल मुअ्मिनीन. सदक़ल्लाहुल अज़ीम. अनिन नबिय्यि सल्लल्लाहु अलैहि वसल्लम क़ाल अनिल्लाहि अज़्ज़ व जल हिकायतन आनी ഫിൽ ഹദീസിൽ ഖുദ്സി മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് ഉറൂസ് അസ്ഹർ ഷാലിയാത്തി യൗമുൽ മശായിഖ് 73-ാമത്തെ ഉറൂസ് ദിനം. ഉറൂസ് മുബാറക്കിൻ്റെ തുടക്ക സമയം ഇന്ന് മഗ്രിബ് മുതൽ നാളെ മഗ്രിബ് വരെയാണ് ഉറൂസ് അസ്ഹർ യൗമുൽ മശായിഖ് ഉറൂസ് അസ്ഹർ ഷാലിയാത്തി ദിനം. അല്ലാഹു തആല എല്ലാ പുണ്യങ്ങളും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അധിക ഫത്വകളിലും ബഹുമാനപ്പെട്ട അവസാനത്തിൽ ഒപ്പിടുമ്പോൾ അത് എഴുതും. അപ്പൊ ഏതായാലും അവിടുത്തെ പിൻഗാമികളിൽ ബഹുമാനപ്പെട്ട മുനബ്ബിഹുൽ ഉലമ അബൂബക്കർ ഷാലിയാത്തി, അവിടുത്തെ ജ്യേഷ്ഠനായ ബഹുമാനപ്പെട്ട ഇബിച്ചാൽ ഉസ്താദ് അവർകൾ, അവിടുത്തെ മറ്റു സഹോദരങ്ങളായ മർഹൂം ആലിക്കോയ ഹാജി അവർകളും അതുപോലെ മമ്മുക്കോയ അടക്കമുള്ള മർഹൂമികളായ അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് ദിനമായതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ എപ്പോഴും ചിന്തിക്കേണ്ട നമ്മുടെ ദീനിന്റെ ഈമാന്റെ സലാമത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആനും അഹദീസും പഠിപ്പിച്ച അയിമ്മത്ത് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഭാഗമായ ലറൂറിയാത്തുദ്ദീൻ, ഇസ്ലാമിൽ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഈമാനും ബില്ലാഹി മുതൽക്ക് ഈമാൻ കാര്യങ്ങൾ മുതൽക്കുള്ള എല്ലാ സംഗതികളും വിശദമായി ലറൂറിയാത്തുദ്ദീൻ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ പഠിപ്പിച്ചതുപോലെ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തസ്നീഫാത്തു തഹ്രീറാത്തിലും അതുപോലെ ഇവർ ശേഖരിച്ച ഗ്രന്ഥങ്ങളിലും നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. അതോടുകൂടെ മഅമൂലാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ, ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ അതും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി മുൻഗാമികൾ പഠിപ്പിച്ചത് അവിടുത്തെ ഗ്രന്ഥങ്ങളിലും അതുപോലെ ഗ്രന്ഥശേഖരണങ്ങളെ കൊണ്ടും നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഗതിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ. അതൊന്നും തെറ്റിപ്പോകാൻ പാടില്ല. ലറൂറിയാത്തുദ്ദീനിൽ ഒന്നും നിഷേധിച്ചുകൂടാ. ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൽ ഒന്നും നിഷേധിച്ചുകൂടാ. അതിൽ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമായി ഒരു സുന്നിയായി ജീവിക്കാനും മരിക്കാനും നമുക്ക് കഴിയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും ആ സുന്നത്ത് ജമാഅത്തിന്റെ മൂന്നാമത്തെ ഭാഗം ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഈ രണ്ടിന്റെ ശേഷം മൂന്നാമത്തെ വിഷയമാണ് മഅമൂലാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ. ആ പുണ്യ ആചാരങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഉറൂസ് മുബാറക് എന്ന് പറയുന്ന മഹാന്മാരുടെ ആണ്ട് നേർച്ചകൾ നടത്തുന്നത്. ഇന്ന് ഇവിടെ വരാത്ത പലരും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹിമഹുല്ലാഹി മശായിഖിനെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹിമഹുല്ലാഹിന്റെ ഉറൂസ് ദിനത്തിന് വേണ്ടി ചില സ്ഥലത്ത് ആടും അതുപോലെ ചില സ്ഥലത്ത് കോഴികളൊക്കെ നേർച്ചയാക്കി മുഹറം 27 എന്ന അർത്ഥകൊണ്ട് അവർ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹിമഹുല്ലാഹി പ്രത്യേകം തവസ്സുൽ ചെയ്ത് അവരുടെ വീടുകളിലും ചില സ്ഥലങ്ങളിലെല്ലാം മജ്ലിസ് നടത്തുന്നുണ്ട് എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവരൊക്കെ ചെയ്യുന്നത് മഹാന്മാരുടെ മദദ്, ഹിമായത്ത്, ശഫാഅത്തോടുകൂടി ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനാണ്. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങളൊക്കെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും ഈ മഖാം ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് അവരിൽ നമ്മളിൽ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ദൂരീകരിച്ച് ഈമാൻ സലാമത്താക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകും. അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ അനുസ്മരണം, അള്ളാഹുവിന്റെ സ്മരണ, അത് ദിക്ർ കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകും. ആ ദിക്റുല്ലാഹി എന്നതിൽ അള്ളാഹുവിന്റെ ദിക്റും പെട്ടു. അതുപോലെ ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഫയിലൊക്കെ പറഞ്ഞത് കാണാം, ബിദിക്രി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും സ്വഹാബത്തിനെ കൊണ്ടും മനസ്സ് സമാധാനം ഉണ്ടാകും. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അമ്പിയാക്കളുടെ ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മറ്റു ഉമ്മത്തിനേക്കാളും വലിയ മഹത്വമുള്ളവർ ഈ ഉമ്മത്ത് മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് മഹാന്മാരായ സാദാത്തുൽ ബദരിയ്യീൻ. ആ ബദരീങ്ങളെ കൊണ്ട് തുടങ്ങി ഈ ഉമ്മത്ത് മുഹമ്മദിയെ ഒരുപാട് അനുസ്മരിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി. ഉമ്മത്ത് മുഹമ്മദിയുടെ മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ തവസ്സുൽ ഇന്ന് നമ്മൾ മഹദത്തുൽ അസ്ഹരിയ, ഖസീദത്തുൽ ബദരിയ, അതുപോലെ ലോകത്ത് പല സ്ഥലത്തും മഹദത്തുൽ ബദരിയ തുടങ്ങിയത് കൊണ്ട് ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി എഴുതിയ ബദരിയത്ത് അനുസ്മരിക്കുന്നുണ്ട്. അല്ലാഹു നാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുള്ള തവസ്സുൽ ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വളരെ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ അവിടുന്ന് ഖസീദത്തുൽ ബദരിയ നമുക്ക് അത് ചൊല്ലി അതുപോലെ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി എല്ലാ മശായിഖിനെ തവസ്സുലാക്കി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏതായാലും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അവിടുന്ന് എഴുതിയ ഗ്രന്ഥങ്ങൾ അന്ന തസ്നീഫൽ ആലിമി വലദുൽ മുഖല്ലദ്, അവിടുന്ന് എഴുതിയ ഗ്രന്ഥങ്ങൾ സാക്ഷരമായി നിൽക്കുന്ന മക്കളാണ്. ഇവിടെ എപ്പോഴും അവരുടെ കുടുംബത്തിലെ മക്കളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ സാക്ഷരമായി നിൽക്കുന്ന മക്കളാണ് അവിടുത്തെ ഗ്രന്ഥങ്ങൾ, അവിടുന്ന് വഖഫ് ചെയ്ത ഗ്രന്ഥങ്ങൾ. ഇതെല്ലാം ഇവിടെ സാക്ഷരമായി സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്കുള്ള, ദീനിന്റെ ശക്തിക്കുള്ള വലിയ മുതൽക്കൂട്ടങ്ങളാണ് ഈ മഹത്തായ ഗ്രന്ഥങ്ങൾ. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി മഹാനവരുടെ ഉറൂസ് മുബാറകാവുമ്പോൾ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, സാധാരണ ഉറൂസിന്റെ തെളിവുകളൊക്കെ സാധാരണ കേൾക്കാറുണ്ട്. അതോടുകൂടെ മഹാന്മാരൊക്കെ എഴുതി, പ്രത്യേകിച്ചും ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയാം, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാള് സ്ഥാപനം നടത്തുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ദീനീ ഖിദ്മത്ത് നടത്തുമ്പോൾ ആ ഖിദ്മത്തിൽ അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ, ആ ഖിദ്മത്ത്, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിന്റെ ശാഖകളുമാണ് സാധാരണ എല്ലാവരും പ്രവർത്തിക്കുക. അല്ലെങ്കിൽ മഖ്ബറകൾ പരിപാലിക്കുന്ന ആളുകൾ, മസ്ജിദുകൾ പരിപാലിക്കുന്ന ആളുകൾ അതിൻ്റെതായ ചുറ്റുഭാഗമുള്ള കാര്യങ്ങൾ ഹയാത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചത് നേർക്ക് നേരെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മശായിഖുകൾ പരിശ്രമിച്ചത് തുല്യതയില്ലാത്ത സംഭവങ്ങളാണ്. കാരണം ഈ മഖാമിനെ മാത്രം പരിപാലിക്കുക എന്ന ഉദ്ദേശമല്ല അവർ ചെയ്തത് ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മശായിഖുകളുടെ മഖ്ബറുകൾ മുഴുവനും ഇവിടെ ഹയാത്തുണ്ടാകണം, ആ ഖുബ്ബുകൾ ഹയാത്തുണ്ടാകണം, സിയാറത്ത് ഹയാത്തുണ്ടാകണം. അതിനുവേണ്ടി പ്രവർത്തിച്ച മഹാത്യാഗങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മശായിഖുകൾ. ഏതായാലും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഉറൂസ് ദിനമായതുകൊണ്ട് ഉറൂസുമായി ബന്ധപ്പെട്ട തെളിവുകൾ സാധാരണ സൂറത്തുർ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാക്കളുടെ സിയാറത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതും അതിനുശേഷം ഖുലഫാഉൽ അർബ ചെയ്തതും ഇതെല്ലാം മുസന്നഫ് ഇബ്നു ശൈബയും അതുപോലെ മുഫസ്സിരീങ്ങളായ റാസി ഇമാമും സുയൂത്തി ഇമാമും ഇബ്നു കസീർ അടക്കം എല്ലാം രേഖപ്പെടുത്തിയതാണ്. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ പ്രവർത്തനം വർഷ ഉറൂസ് എന്ന് പറയുമ്പോൾ 3 നിലക്കാണ്. അടിസ്ഥാനപരമായി കുറച്ച് ആളുകൾക്ക് കൂടി സിയാറത്ത് ചെയ്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽക്കേ ഉള്ളതാണ്. ഷാദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതുഹുൽ അസീസ് തഫ്സീർ അസീസിയിൽ ഉറൂസുമായി ബന്ധപ്പെട്ട 3 പ്രവർത്തനങ്ങൾ
വ്യക്തമായി പറയുന്നു. അടിസ്ഥാനപരമായി പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഓതി ചില ആളുകളൊക്കെ സിയാറത്ത് ഹയാത്താക്കി അങ്ങനെ നടത്തുന്ന ഉറൂസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉൽ അർബയുടെ പ്രവർത്തനം കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് ഷാദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ തഫ്സീർ അസീസിൽ പറയുകയാണ്. അതിനെ ഒന്നുകൂടി വിശാലാക്കാൻ മാറആഹുൽ മുഅ്മിനൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, മുഅ്മിനീങ്ങൾ ഒരു കാര്യം നല്ലത് വിചാരിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കലും നല്ലതാണ്. നിലയ്ക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ അതിൽ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഏതായാലും ഉറൂസിനും ഒരുപാട് നിയ്യത്തുകളുണ്ട്. ഉറൂസ് നമ്മൾ വരുമ്പോൾ ഒരുപാട് നിയ്യത്തുകളുണ്ട്. സാധാരണ നിയ്യത്തിന് അറിയാത്ത ആൾക്കാർക്ക്, നിയ്യാത്തുമായി ബന്ധപ്പെട്ട ഇൽമുകൾ അറിയാത്തവർക്ക് ചിലപ്പോൾ ഒരു നല്ല ചെയ്ത ഒരു കൂലി കിട്ടുള്ളൂ. കാരണം ഒരു നന്മ ചെയ്യുമ്പോൾ അതിന്റെ കൂലി ഒന്നേ ഉണ്ടാവുള്ളൂ. അതേ സ്ഥാനത്ത് നിയ്യത്തുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രവർത്തനം കൊണ്ട് ഒരുപാട് കൂലികൾ കരസ്ഥമാകാറില്ല. ആലിമും ബിന്നിയ്യാത്ത് കൊണ്ട് ഒരു ചെറിയ ഒരു സൽക്കർമ്മം കൊണ്ട് 10,000 കൂലികൾ സമ്പാദിക്കാൻ കഴിയുമെന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-അത്വാ നബവിയ്യ ഫിൽ ഫതാവ റദ്വിയിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, ഒരാൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ ആ ഒരു പള്ളി നിസ്കരിക്കാൻ വരുമ്പോ 40 നിയ്യത്തുകൾ ചെയ്തിട്ട് ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ഒരുപാട് നിയ്യത്തുകൾ അവർക്ക് സമ്പാദിക്കാൻ കഴിയും, ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിനെ സംബന്ധിച്ച് സയ്യിദുനാ താജുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാക്കാണ്, നവവി ഇമാമിന്റെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട മഹാമനുഷ്യ ഇമാം ശാരിയാത്തി. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കാറിൽ പറയുകയാണ്, ഇന്നമാ യുഅത്തന്നാസു അലാ ഖദ്രി നിയ്യാതിഹിം, നിയ്യത്തുകൾ അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നൽകും. എത്ര നിയ്യത്ത് നമ്മൾ നന്നാക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കൂടി വരുന്നു. കാരണം ഈ ആഖിർ സമാൻ മനസ്സിന്റെ രോഗങ്ങളൊക്കെ കൂടിയ ഒരു കാലഘട്ടമാണ്. മനസ്സിന്റെ രോഗങ്ങൾ ഇഖ്ലാസ് എല്ലാം കുറഞ്ഞ കാലഘട്ടമാണ്. അത് വിചാരിച്ച് മറ്റൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കാം, എനിക്ക് ഇഖ്ലാസ് ഒക്കെ കുറഞ്ഞു പോയി, നിയ്യത്തുകളൊക്കെ കുറഞ്ഞു പോയി എന്നല്ലാതെ മറ്റുള്ളവരെ ചിന്തിച്ചുകൊണ്ട് സൂഖുൽ തന്നെ തെറ്റിദ്ധരിക്കുക എന്നത് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതും മനസ്സിന്റെ രോഗമാണ് എന്ന് പ്രത്യേകിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതായാലും നിയ്യത്തനുസരിച്ച് അല്ലാഹു നമുക്ക് ധാരാളം പ്രതിഫലം നൽകും. ഇന്നമാ യുഅത്തന്നാസു അലാ ഖദ്രി നിയ്യാതിഹിം, നിയ്യത്തുകൾ അനുസരിച്ച് അല്ലാഹു നമുക്ക് ധാരാളം നൽകും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉറൂസ് അസ്ഹർ ശാലിയാത്ത് യൗമുൽ മശായിഖ് ആയതുകൊണ്ട് ഉറൂസിലേക്കും ഒരുപാട് മഹാന്മാർ നിയ്യത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സഅദു തരീമി റഹ്മത്തുള്ളാഹി അലൈഹി, സഅദു തരീമി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു മഹാൻ, ബഹുമാനപ്പെട്ട അല്ലാമ അസ്സയ്യിദ് മുഹമ്മദ് ബിൻ അലവി അൽ-ഐദ്രൂസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർ എഴുതിയ ഒരു ഗ്രന്ഥമാണ് കിതാബുൻ നിയ്യാത്ത്. ഓരോ പ്രവർത്തനത്തിനും ഒരുപാട് നിയ്യത്തുകളുണ്ട്, ഒരുപാട് നിയ്യത്തുകൾ മഹാനവറുകൾ പറഞ്ഞു. ഉറൂസുമായി നിയ്യത്ത് മഹാനവറുകൾ 8 നിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഉറൂസിനെ സംബന്ധിക്കുമ്പോൾ, ഉറൂസിന് വരുമ്പോൾ നമുക്ക് 8 നിയ്യത്ത് വേണമെന്ന് മഹാനവറുകൾ അവിടുത്തെ കിതാബുൻ നിയ്യാത്തിൽ പറഞ്ഞു. മഹാനവറുകൾ പറയുകയാണ്, അന്നിയ്യാത്തു ഫിൽ ഹൗലി വഗൈരിഹി മിനസ് സിയാറാത്ത്, വർഷത്തിൽ ഒരിക്കൽ ഉറൂസിന് വരുമ്പോൾ സിയാറത്ത് നടത്തുമ്പോൾ ചെയ്യേണ്ട നിയ്യത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു 8 നിയ്യത്താണ് ആ കിതാബ് നിയ്യാത്തിൽ മഹാനവറുകൾ പറഞ്ഞത്. ഒന്നാമത്തെ നിയ്യത്ത് നവൈതു സിയാറത്തുൽ ഖുബൂർ, ഖബർ സിയാറത്ത് ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ഉറൂസിനെ സംബന്ധിക്കേണ്ടത്. ഉറൂസിനെ സംബന്ധിക്കേണ്ടത് ഖബർ സിയാറത്ത് ചെയ്യും എന്ന ഉദ്ദേശത്തിലായിരിക്കണം വരേണ്ടത്. രണ്ടാമത്തെ നിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുന്നു എന്ന നിയ്യത്ത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഉഹദ് മഖാമിൽ മറവട്ടിൽ ഉഹദ് മസാറാത്തിനെ, ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് ആ സിയാറത്ത് ചെയ്യുന്നു എന്ന ഉദ്ദേശത്തിലാണ് ഉറൂസിൽ വരേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സലഫ് സ്വാലിഹീങ്ങളോട് പിൻപറ്റിക്കൊണ്ട്, സലഫ് സ്വാലിഹീങ്ങളായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഫിഅൽ മുബാറക്കിനെ പിൻപറ്റിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉഹുദ് ശുഹദാക്കളുടെ സിയാറത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുമായിരുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ ചെയ്യുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ മഹാന്മാരൊക്കെ ചെയ്യുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്യുമായിരുന്നു. മാത്രമല്ല നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അത് കാണിച്ചു തന്നതാണ്. അപ്പൊ സലഫു സ്വാലിഹീങ്ങളെ പിൻപറ്റുന്നു എന്ന ഉദ്ദേശത്തിലാണ് ഉറൂസിന് വരേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഖൈറിന്റെ മേൽ ഒരുമിച്ച് കൂടുക. ഉറൂസിൽ നടത്തപ്പെടുന്ന എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ട്, ആ പുണ്യകർമ്മങ്ങളിലൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടുക എന്ന ഉദ്ദേശത്തിലാണ് ഉറൂസിന് വരേണ്ടത്. എന്നിട്ട് പറഞ്ഞു ഹാദിരീങ്ങളോട് പ്രാർത്ഥനയിൽ കൂറ്, അവരോട് കൂടി വന്ന് മുശാറക്കത്ത് കൂടി. സിയാറത്തിന് വരുന്ന ആൾക്കാർ, ഉറൂസിന് വരുന്ന ആൾക്കാർ അവരുടെ പ്രാർത്ഥനയിൽ ഞാനും ഒന്ന് കൂടുന്നു എന്ന നിയ്യത്തിലായിരിക്കണം ഉറൂസിന് വരേണ്ടത്. എന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ സുഹൃത്തുക്കളോട് പരിചയപ്പെടുക. ഉറൂസിന് വരുമ്പോ ഒന്ന് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ഇസ്തഗ്ഫിറൂ മിനൽ ഇഖ്വാനി ഫഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅത്തൻ യൗമൽ ഖിയാമ. ഈമാനുള്ളവർ നിങ്ങൾക്ക് അധികം ഉണ്ടാകണം. ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യാനുള്ള ആളുകൾ നമുക്ക് വർദ്ധിച്ചുണ്ടാകണം. അതുകൊണ്ട് മഹാന്മാരെ ഉറൂസിന് വരുമ്പോൾ ആ മഹാന്മാരോട് ബന്ധമുള്ള മഹത്തുക്കളെയും തവസ്സുലാക്കുക. അങ്ങനെ ശഫാഅത്തിന്റെ അഹരികാര് നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള ആളുകളെ അധികരിപ്പിക്കുക എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ സഅദു തരീമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ നിയ്യത്തുകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ മഹാന്മാരുടെ ഉറൂസിൽ വരുമ്പോൾ ഈ നിയ്യത്തുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് മഹാനവരുകൾ സിയാറത്തിന്റെ നിയ്യത്തുകൾ ഒന്നും കൂടി വിശദീകരിക്കാം. അന്ന് ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സിയാറത്തുമായി ബന്ധപ്പെട്ടവർ ചർച്ച വന്നപ്പോൾ മഹാനവറുകൾ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറത്തു ശരീഫ് സിയാറത്ത് ചെയ്യുമ്പോൾ എന്തെല്ലാം നിയ്യത്ത് വേണമെന്ന് 40 നിയ്യത്തുകൾ സഅദു തരീമി റഹ്മത്തുള്ളാഹി ഉറൂസിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ആ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സിയാറത്ത് ചെയ്യുമ്പോഴും അവിടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ചിന്തിച്ചുകൊണ്ടായിരിക്കണം സിയാറത്ത് ചെയ്യേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമുൽ അംബിയാ വൽ മുർസലീൻ ആയതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ചിന്തിച്ചുകൊണ്ടാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സഅദു തരീമി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിൽ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നിയ്യത്തുകൾ വേണം. സാധാരണ ഒരാള് മുമ്പിൽ പോകുമ്പോ നാവ് സൂക്ഷിച്ചാൽ മതി. ഒരു ഫത്വ കൊടുക്കുന്ന ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് പോയാൽ നാവ് സൂക്ഷിക്കണം. കാരണം എന്താ, നാവിലൂടെ വിപരീതം എന്തെങ്കിലും വന്നാൽ ചിലപ്പോ ഫത്വ നമുക്ക് ഉണ്ടാകും. ഇത് സുന്നത്തമാത്തിനെതിരാണ്, കുഫ്രിയത്താണ്, വിദഅത്താണ്, ഹറാമാണ്, ഇങ്ങനെ ഫത്വ ഉണ്ടാകും ഒരു ആലിമിന്റെ മുമ്പിൽ പോയാൽ, ഒരു മുഫ്തിയുടെ മുമ്പിൽ പോയാൽ. എന്നാൽ മഹാന്മാരുടെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോ നാവ് മാത്രമല്ല മനസ്സും സൂക്ഷിച്ചു കൊള്ളണം. നാവ് മാത്രം സൂക്ഷിച്ചാൽ പോരാ, മനസ്സ് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നിയ്യത്തുകളെ നന്നാക്കണം. നിയ്യത്തുകളെ നന്നാക്കിക്കൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ കാര്യമാണ്. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വന്ന് കാണും, പിന്നെ വെള്ളം പറയാനാവില്ല. ഒരു പാത്രത്തിൽ ഭക്ഷണം നിറച്ചിട്ട് പിന്നെ ഒന്നും കൂടി ഇറക്കാൻ കഴിയില്ല. നമ്മൾ കമാലുള്ള ആൾക്കാരാണ്, നമ്മൾ അത്യാവശ്യം തറക്കലില്ല എന്ന് തോന്നലുണ്ടായിട്ടാണോ മഹാന്മാരുടെ ഹദ്റത്തിൽ വരുന്നത്? എന്നാ വേണ്ടതുപോലെ ഫലം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് നമ്മളിൽ ഒന്നുമില്ല, ഞങ്ങൾ അശക്തരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നമുക്ക് വല്ലതും ലഭിക്കും. അപ്പൊ അതുപോലെ ഞങ്ങൾ ഫാത്തിഹ ഓതുന്നതും ഞങ്ങൾ യാസീൻ ഓതുന്നതും ഖുർആൻ ഓതുന്നതും തഹ്രീർ സ്വലാത്തെല്ലാം ചെല്ലുന്നത് കണ്ണാടിക്ക് ടോർച്ചടിച്ച മാതിരിയാണ്. ആ പ്രകാശം നമുക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തിലായിരിക്കും. ആ ഒരു പ്രകാശം നമുക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ഈ സിയാറത്തിന്റെ നിയ്യത്തുകളെ കൊണ്ടായിരിക്കണം മഹാന്മാരുടെ ഹദറത്തിലേക്ക് വരേണ്ടത്. പ്രത്യേകിച്ചും ഇന്ന് ഉറൂസ് ദിനമായതുകൊണ്ട് പ്രത്യേകം പറയാണ് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അഖ്ബാറുൽ വഖിയാ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ എത്ര മഹാന്മാരുടെ ഉറൂസ് മുബാറക്കിന് മഹാന്മാർ ശ്രദ്ധിച്ചിരുന്നത് അതിൽ എത്രയോ സംഭവങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. എത്ര മഹാന്മാർ ജിലാനി ദിനം വരുമ്പോൾ, ഇന്ന് ഏതാ ദിനം? ജിലാനി ദിനം. പഠിച്ചോനെ ഇന്നത്തെ ദിനാണ് കഴിഞ്ഞോട്ടെ, ഇന്നത്തെ ദിനമാണ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീലാനി ദിനത്തിന് റസൂലുള്ളാഹിനെ അനുസ്മരിക്കുകയും അതിൽ തബറുക്ക് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം
വഫാത്തായ മഹാന്മാര് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അഖ്ബാറുൽ ഖിയാദ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഉറൂസിന് അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന ഒരുപാട് സംഭവങ്ങളിൽ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അഖ്ബാറുൽ ഖിയാദ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മഹാന്മാർ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇതോട് കൂടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പല നിലക്കും ഈമാൻ നഷ്ടപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിദ്അത്തുകാർ ഒരു ഭാഗത്ത്, കള്ളത്വരീഖത്തുകാർ ഒരു ഭാഗത്ത്, അതോടുകൂടെ ബിദ്അത്തുകാർക്ക് കോടി വെച്ച് കൊടുക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി നഷ്ടപ്പെടുത്താൻ, ഈമാൻ നഷ്ടപ്പെടുത്താൻ പല നിലക്കും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഖിയാമത്ത് നാളുടെ അടയാളമാണ് ആഖിർ സമാന്റെ അവസ്ഥ. ഇങ്ങനെ ഫിത്നകൾ ഇങ്ങനെ കൂടിക്കൂടി വരും. നമ്മൾ ആ ഫിത്ന ഇല്ലാതാക്കാൻ പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യം എന്താ? എപ്പോഴും ഇമാം സലാമത്തിൽ പ്രാർത്ഥിക്കാം. പിന്നെ നിസ്കാരം ശരിക്കും നിസ്കരിക്കാം. നിസ്കാരങ്ങളൊക്കെ ശരിക്കും നിസ്കരിക്കുക. കാരണം ഒരു പത്ത് നിസ്കാരം ഒഴിവാക്കിയാല് എത്രയോ അമ്പിയാക്കൾ, ഔലിയാക്കള്, സ്വാലിഹീങ്ങള് ഹുഖൂഖ് നഷ്ടപ്പെടുത്തിയ മതം, എത്രയോ ഹുഖൂഖ് നഷ്ടപ്പെടുത്തിയത് പോലെയാണ്. കാരണം അവർക്കൊക്കെ സലാം പറഞ്ഞ നിസ്കാരത്തിൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത് വിശദമായി തഫ്സീലും അതുപോലെ ഫതാവൽ ഹിന്ദിയ ദുർ മുഖ്താർ അതുപോലെ അലാ ഹസ്രത്ത് റഹിമത്തുള്ളാഹി അൻവാറുൽ ഇന്തിബാഹിലൊക്കെ രേഖപ്പെടുത്തിയതാണ് ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി അവരുടെ അൽ ഫതാവ ദീനിയ ബി തൻകബിൽ ഹഫലത്തിൽ ഐക്യ ഫി റദ്ദിൽ വഹാബിയ ഈ ഐക്യ സംഘടനക്കൊക്കെ റദ്ദ് ചെയ്തതിന്റെ മഹത്തായ ഗ്രന്ഥത്തിലും ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയതാണ്. അവർ വഖത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ ഹഖ് നഷ്ടപ്പെടുത്തിയ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെക്കൽ, സലാം പറഞ്ഞുകൊണ്ട് ഹബീബിനെ ബഹുമാനിക്കൽ അത് നിസ്കാരത്തിൽ പോലും നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പോലുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. മുൻഗാമികളെ മഹാന്മാർ പഠിപ്പിച്ചതാണ്. സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫിഅൽ കൊണ്ട് പഠിപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ഈമാൻ സലാമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതിന് നിസ്കാരത്തിന്റെ അവസാനത്തെ ഒരു പ്രാർത്ഥന ഇന്നിപ്പോ ആർക്കും സമയം ഉണ്ടാവും. കാരണം ചിലത് പിന്നെ തറാവിക്ക് ശീലിച്ച എപ്പോഴും ഉണ്ടാവും. തറാവിക്ക് പിന്നെ തറാവിലായി നിസ്കരിക്കലൊന്നും ഉണ്ടാവില്ല. അത്തഹിയ്യാത്തും കുറച്ച് സ്വലാത്തിന്റെ സലാം വീട്ടിൽ പിരിവുണ്ടാവും ചിലപ്പോൾ. അതന്നെ എപ്പോഴും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. ഈ ഒരു സ്വഭാവം വ്യാപകമായിട്ട് ഇത് ഇംഗ്ലീഷ് ഇങ്ങനെ വരും, ചിലപ്പോൾ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോ ഇംഗ്ലീഷ് ഹൈറും തോന്നിപ്പിക്കും, അതിനേക്കാൾ വലിയ നഷ്ടപ്പെടുത്താൻ വേണ്ടി. മുആവിയ റളിയല്ലാഹു അൻഹു സുന്നീക്ക് വിളിച്ച ആളാണ് ഇബ്ലീസ്. എന്തിന്? നിസ്കാരത്തിനുള്ള സ്നേഹം ഉള്ളതുകൊണ്ടല്ല, ജമാഅത്തിനോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ മുമ്പ് ദുഃഖിക്കും, പൊട്ടി പൊട്ടി കരയും. അങ്ങനെ കരച്ചിലുണ്ടായാലും അള്ളാഹ് 200 റക്അത്തും അതിന് കൂടുതൽ റക്അത്തിന് കൂലി കൊടുക്കും. അത്ര വേണ്ട 2 റക്അത്തിന് മാത്രം കിട്ടിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു അതിനാണ് ഇബ്ലീസ് വിളിച്ചെന്ന ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി മസ്നബി ശരീഫിൽ രേഖപ്പെടുത്തിയത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇബ്ലീസ് പലതരക്കും നമ്മൾ പരിശ്രമിക്കും. നമ്മുടെ ഈമാനും ഇബാദത്തും നാം നഷ്ടപ്പെടുത്തും. നിസ്കാരത്തിൽ നിർബന്ധമാണെന്ന് പോലും ചില പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. എല്ലാം കൂടിയുണ്ട്. എല്ലാ ഫിത്നയും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥന അത്തഹിയ്യാത്ത് പോലെ ആ ദുആ നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാം. താവൂസ് ഇമാം റളിയല്ലാഹു അൻഹു താബിഈകളുടെ കൂട്ടത്തിൽ വലിയൊരു മഹാനാണ്. ആ താവൂസ് ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തതിന്റെ പേരിൽ നിസ്കാരം മുടക്കാൻ പറഞ്ഞു എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാം. ഇമാം അബൂബക്കർ ദിനിയാത്ത് റഹിമഹുല്ലാഹ് ഇയാനത്ത് ത്വാലിബിന് പറഞ്ഞത് കാണാം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി പോലുള്ള വസ്തുക്കൾ പറഞ്ഞതുപോലെ താവൂസ് ഇമാം സ്വന്തം മകൻ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തതിന്റെ പേരിൽ നിസ്കാരം മുടക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പൊ അത്രയും ഒരു പുണ്യമുള്ള, പിന്നെ ജമാഅത്തായി നിസ്കരിക്കും ഇമാം സലാം വീട്ടുമ്പോൾ ഇത്തിബാഅ് സലാം വീട്ടേണ്ടി വരും. ബാക്കി നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും അതുപോലെ ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, എല്ലാ നിസ്കാരത്തിലും വജ്ഹത്ത് പോലെ ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരത്തിലൊക്കെ വജ്ഹത്തുണ്ടല്ലോ. അതുപോലെ ഈ പ്രാർത്ഥനയും നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കണം, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ദുനിയാവിലെയും ആഖിറത്തിന്റെ ഫിത്ന നഷ്ടപ്പെടാൻ വേണ്ടി, ഫിത്നയിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു ഭാഗമാണ് മഹാന്മാരുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നത്. കാരണം സ്വാലിഹീങ്ങൾ അനുസ്മരിക്കുമ്പോൾ റഹ്മത്ത് ഇറങ്ങുന്നു. സ്വാലിഹീങ്ങൾ അനുസ്മരിക്കുമ്പോൾ റഹ്മത്ത് ഇറങ്ങുമ്പോൾ സ്വാലിഹീങ്ങളെ ശരീരമുള്ള സ്ഥലത്ത് എത്ര റഹ്മത്ത് ഇറങ്ങാം?
എത്ര റഹ്മത്തുകളായിറങ്ങാം. അപ്പൊ അതുകൊണ്ട് ആ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ അവിടത്തേക്ക് ഇറങ്ങുന്ന റഹ്മത്ത് നമുക്കും ഉണ്ടാകും എന്ന ഉദ്ദേശത്തിലാണ് മഹാന്മാരുടെ സാന്നിധ്യത്തിലേക്ക് വരേണ്ടത്. കാരണം കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെടുകയില്ല, കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെടുകയില്ല എന്ന് ഹദീസുകളിൽ പഠിപ്പിച്ചതുപോലെ നാം മഹാന്മാരുടെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റഹ്മത്ത്, അനുഗ്രഹങ്ങൾ നമുക്കും ലഭിക്കുന്നു. എന്നാൽ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ധാരാളം വിശ്വാസപരമായി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഏത് വിഷയത്തിൽ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയെ പറയാൻ പറ്റും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ശക്തിയാണ് പണ്ഡിത സംഘടന. ഈ പണ്ഡിത സംഘടനയ്ക്ക് വിപദേശിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി. അവിടെയും ഇമാം ശാരിയാത്തിനെ പറയാതിരിക്കാൻ പറ്റില്ല. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദായ ഇമാം അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹിയുടെ കൊടിയാണ് സമസ്തയുടെ കൊടി എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹിയുടെ കൊടിയാണ് സമസ്തയുടെ കൊടി എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടുകൂടെ ലോകത്തരത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടി ഈമാനും കുഫ്റും നോക്കുമ്പോൾ അവിടെ നമുക്ക് 300-ലേറെ പണ്ഡിതന്മാരുടെ ഒരു ഏക അഭിപ്രായം നമുക്ക് കാണാം. പോലത്തെ ഗ്രന്ഥങ്ങൾ, അത് 2 ഗ്രന്ഥങ്ങൾ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി സ്വീകരിച്ചിട്ടുണ്ട്. 300 പണ്ഡിതന്മാർ, ആ 300 മക്കയിലെയും മദീനയുടെയും പണ്ഡിതന്മാരുടെ കൂടെയും ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹ് വേർതിരിച്ച് നിന്നിട്ടില്ല. ഹനഫി ഷാഫി പണ്ഡിതന്മാരുടെ കൂടെ ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹ് അതിന്റെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനാണ് ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ ഇന്ത്യയിൽ വരുന്ന എല്ലാ ഫിത്നകളെ സംബന്ധിച്ച് അക്ബറിന്റെ തലതിരിക്കാമെന്ന വിദ്യാർത്ഥികൾ അങ്ങനെ വന്ന് അതിന്റെ വലിയ വഹാബിയത്തിന്റെ പേരായി വന്ന ഡൽഹിയിലെ ഇസ്മായിൽ ദഹ്ലവി ഡൽഹിയിൽ വന്നപ്പോൾ ലോകത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇസ്മായിൽ ദഹ്ലവി എഴുതിയ പുസ്തകങ്ങൾക്ക് ശക്തമായി എതിർത്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുകയാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മലബാറിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നെങ്കിൽ അത് ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹിന്റെ ശബ്ദമാണ്. ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹിന്റെ ശബ്ദമല്ലാതെ ആ കാലത്ത് ഒരാളുടെയും ശബ്ദം തുടക്കത്തിൽ വന്നിട്ടില്ല. ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹി ശബ്ദിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണ്ഡിതന്മാരെല്ലാം ശബ്ദിച്ചത്. അപ്പൊ ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹി ശബ്ദിച്ചത് ഇന്നും നമുക്ക് ഇവിടെ കുതുബാനിലെ പുറത്ത് കാണാം. അവിടെ ഫ്രെയിമിൽ വെച്ചത് ആ പവിത്രമായിരിക്കുന്ന സന്ദേശം, അത് ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാഹി ഇന്ത്യയിലെ വഹാബിയത്തിന്റെ ഫസ്റ്റ് ലീഡർ വന്നപ്പോൾ അത് ചിന്തകൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി സുന്നത്ത് ജമാഅത്തിന്റെ ലോകതരത്തിലുള്ള പണ്ഡിതന്മാരോട് പിൻപറ്റിക്കൊണ്ട് ശബ്ദം ഉയർത്തിയ ഒരു മഹാമനുഷ്യ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി. എന്നാൽ അതിന്റെ നജ്ദിൽ വന്നു ബിദ്അത്തുകാർ. നജ്ദിൽ വന്നപ്പോഴോ ലോകത്തിന്റെ നാനാഭാഗത്ത് ശക്തമായി എതിർത്തുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പാണ്, അതിന്റെ അടുത്ത സമയത്താണ് കോഴിക്കോടിലേക്ക് കാലിക്കറ്റിലേക്ക് വന്ന യമനി പണ്ഡിതൻ മമ്പുറം തങ്ങളുടെ അമ്മാവനും കൂടിയായ ഷഹീദ് അമീനത്ത് ടിപ്പു സുൽത്താന്റെ ശൈഖും കൂടിയായ ബഹുമാനപ്പെട്ട ശൈഖുൽ ജിഫ്രി കാലിക്കോട്ടി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ത്യയിൽ വഹാബികൾ വന്നിട്ടില്ല, നജ്ദിൽ വഹാബികൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് മഹാനവറുകൾ ഒരു ഗ്രന്ഥം എഴുതിയ ഖസീദത്തുൽ ജിഫ്രിയ്യ വഹാബിയത്ത് എന്ന് പറഞ്ഞ ഫിത്ന ഇവിടെ ഇന്ത്യയിൽ വരും എന്ന് അന്ന് തന്നെ മമ്പുറന്തങ്ങൾ പാപ്പാന്റെ റഹിമഹുല്ലാഹിന്റെ അമ്മാവൻ എഴുതി വെച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി ആ ഗ്രന്ഥം നോക്കി ശാരിയാത്ത് റഹിമഹുല്ലാഹി എഴുതുമ്പോഴോ ഇന്ത്യയിൽ വഹാബികൾ വന്നിട്ടുണ്ട്, ഓര് എഴുതുമ്പോഴോ ഇന്ത്യയിൽ വഹാബികൾ വന്നിട്ടില്ല. ഇമാം ശാരിയാത്ത് രണ്ടും ശ്രദ്ധിച്ചു. ഇന്ത്യയിൽ വരുന്നതിന്റെ മുമ്പ് എഴുതിയ ഗ്രന്ഥത്തിന് വിശദീകരണമായി ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി ഇർശാദാത്തുൽ ജിഫ്രിയ്യ അല ദലാലാത്തിൻ നജ്ദിയ്യ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതി. ഇതൊക്കെ അറബിയിലെ അതൊക്കെ അറിയാം. അങ്ങനെയല്ല, ഓരോ വീടുകളിലും കിതാബുണ്ടാവും. റഹ്മത്തിന്റെ മലായികത്ത് വരാതിരിക്കാണ് എല്ലാ ഫോട്ടോകളും ടിവിയും എല്ലാം നമ്മൾ വീട്ടിലുണ്ട്. ഈ വിദേഹത്തിന്റെ ശർറില്ലാതാകാൻ വേണ്ടി ഈമാൻ സലാമത്താകട്ടെ മഹാന്മാരെ ഗ്രന്ഥം നമ്മുടെ വീടുകളിലുണ്ടാവും. അറിയുന്ന ആൾക്കാരത് മുത്താല ചെയ്യുമ്പോൾ, അല്ലാത്തവരോ ആ ഒരു കിതാബ് വെക്കൽ തന്നെ ബർക്കത്താണ്. കാരണം ഇർശാദാത്തുൽ ജിഫ്രിയ്യ അല ദലാലാത്തിൻ നജ്ദിയ്യ വലിയ പൈസ ഒന്നുമില്ല. ഇപ്പൊ കിതാബിനൊക്കെ വലിയ വലിയ വിലകളാണ്. സുബ്ഹാനല്ലാഹി.
അതേ സ്ഥാനത്ത് ഇതൊക്കെ ചെറിയ വിലക്കുള്ള ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഇർഷാദാത്തുൽ ജിഫ്രിയ അല വലാലാത്തിൻ നജ്രിയ അന്ന് ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹ്. പിന്നെ ഇന്ത്യയിൽ വന്ന വഹാബികളുടെ നേതാവോ ആ വഹാബികളുടെ നേതാവിനെ കൊണ്ട് മറ്റും മുൻഗാമികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ബഹുമാനപ്പെട്ട ഷാബിഉല്ലാഹി തഹ്ലവി റഹ്മത്തുള്ളാഹി മഹാനവറുകളെ തെറ്റിദ്ധരിക്കാൻ പലരും പരിശ്രമിക്കുമ്പോൾ അന്ന് ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി ഒരു ഗ്രന്ഥം എഴുതി, അസ്റുൽ അസീർ അനിൽ ഖൈറിൽ കസീർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. മഹാനവറുകൾ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം ഇന്ത്യയുടെ വഹാബിന്റെ തുടക്കത്തിലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഗ്രന്ഥമാണിത്. അന്ന് കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിൽ വരുന്നതിന് മുമ്പ് ശാരിഅത്ത് റഹിമഹുല്ലാഹ് ശ്രദ്ധിക്കുകയാണ്. ആ കേരളത്തിൽ വരുന്നതിന് മുമ്പ് ഇത് പ്രചരിപ്പിച്ച ആളുകളെ ഓരോന്നായിട്ട് ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹ് നേർക്ക് നേരെ അവിടുത്തെ പെന്ന് എന്ന് പറയുന്ന വാളുകൊണ്ട് ഇതാ പാഠം പഠിപ്പിക്കുകയാണ്. ആ ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹിന്റെ ഹളറത്തിലേക്കാണ്. അതാണ് ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹ് ഈ മസ്ജിദുൽ അസ്ഹർ ഉണ്ടാക്കി, കുത്തുബ്ഖാൻ ഉണ്ടാക്കി. ഇതിന്റെ പരിപാലനത്തിന് ഇവിടെ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിന്റെ സാമ്പത്തികമായി ശക്തിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മഹാനവറുകൾ ഉണ്ടാക്കി വെച്ചത് ലോകത്തുള്ള മുഅ്മിനീകളെ ഈമാൻ സലാമത്തിന് വേണ്ട പ്രവർത്തനങ്ങളാണ്. ലോകത്തുള്ള ഔലിയാക്കളുടെ മഖബറുകൾ പരിപാലിക്കാൻ അത് ഹയാത്താകളുടെ സംഗതികളാണ്. കേരളത്തിൽ വഹാബിയത്ത് വന്നതിൽ ഇല്ലാതാക്കുമ്പോൾ അന്ന് ഓരോന്നായി സന്ധിച്ച് എഴുതിയ മഹാനായ ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാം ശറഇയ്യ സിയാറത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അല, സിയാറത്തിനെ സംബന്ധിച്ച് സിയാറത്ത് ചെയ്യൽ ശിർക്ക്, മഖബറുകൾ ചുംബിക്കൽ ശിർക്ക്, ഇങ്ങനെയൊക്കെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി നീണ്ട ഒരു ഫത്വ എഴുതുകയാണ്. അതും എങ്ങനെ സ്വന്തം അഭിപ്രായം പറയല്ല, ഇമാമിങ്ങൾ എഴുതിയത്. ഇമാം ഖാത്തിബത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി എഴുതിയത്, ശിഹാബുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി എഴുതി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി എഴുതി. സുയൂത്തി ഇമാമിന്റെയും നവവി ഇമാമിന്റെ പ്രവർത്തനം കൊണ്ട് ഹയാത്താക്കി. അത് പറയുമ്പോൾ ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹ് പറയാണ്, ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുബ്കി തങ്ങൾ നവവി ഇമാം റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്ത് പോയിട്ട് ബർക്കത്ത് എടുക്കുമായിരുന്നു. എന്നിട്ട് ആ ബൈത്തും ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹ് ഫതാവൽ അസ്ഹർ പറയുകയാണ്. ഇന്ന് നമുക്കറിയാം ചില മഹാന്മാർ ഇരുന്ന സ്ഥലത്ത് എത്ര വലിയ വലിയ കെട്ടിടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ മഹ്ബറൊന്നും ഉണ്ടാവില്ല. ഒരു മഹാൻ വന്ന് ഇരുന്നു, മഹാനായിക്കൊണ്ടെന്നല്ല, ഏതെങ്കിലും കള്ളശേഖം വന്നിട്ട് ഇരുന്നാലും അതിനെ വലിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്ന കാലാണ്. ഒരാൾ വന്ന് ഇരുന്നു, ആ ഇരുന്ന സ്ഥലം ചില്ല എന്ന് പറയും. ചില സ്ഥലത്ത് കാശ്മീരിൽ കുറെ ജില്ലകളുണ്ട്, അവിടെ നമ്മൾ മനസ്സിലാക്കണം. കാശ്മീർ ഹാജറുദ്ദീൻ അവിടെ കുറെ ചില്ല ഹൗസുലാദമിന്റെ ചില്ല എടുക്കുന്നുണ്ട്. അതിനർത്ഥം ഹൗസുലാദം വന്നൊന്നല്ല, ഹൗസുലാദം റളിയല്ലാഹുവിന്റെ അവിടുത്തെ മഖാമിന്റെ ഒരു കല്ല് ഹാജാത്തങ്ങളോട് വെച്ച് വർക്കത്തിന് വേണ്ടി, അതിനാണ് ഹൗസുലാദം ചില്ല എന്ന് പറയുന്നത്. അവ ചില്ല എന്ന സാധാരണ പരി ഇരുന്ന സ്ഥലം, അവര് ഇരുന്ന സ്ഥലത്തിന് വർക്കത്തെടുക്കാൻ വേണ്ടി കുറെ ഇതാക്കുന്നുണ്ട്. എന്നാൽ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു നബവി ഇമാം ദർസ് നടത്തിയ സ്ഥലത്ത് ആ പുണ്യമെടുക്കാൻ വേണ്ടി സുബ്കി ഇമാം പോയി ചുംബിച്ചത് ഒരുപാട് മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തിയത് ശാരിഅത്ത് റഹിമഹുല്ലാഹ് ഫതാവൽ അസ്ഹർ പറയുകയാണ്, രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളിപ്പോ നമ്മുടെ മദ്രസയിലൊക്കെ ചോദിക്കാൻ എന്താണ് അവിടെ ഒരു കല്ല്, ഒരു കെട്ടിടം അവിടെ ഇരുന്ന സ്ഥലം. അപ്പൊ ശാരിഅത്ത് റഹിമഹുല്ലാഹ് അവിടെ ഇരിക്കുമ്പോൾ മനുഷ്യർക്കും ജിന്നുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടാണ് മുറാദുകളെന്ന് കേൾക്കുക. അതിപ്പോ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇത് മറ്റു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഏനും കള്ളശേഷി ഇരുന്ന സ്ഥലമാണെങ്കിൽ വല്ലാതെ ഉണ്ടാക്കിയപ്പോ ചില ആൾക്കാർ. ഇവിടെ അൽഹംദുലില്ലാഹ് നമുക്കൊന്നും അതൊന്നും ചെയ്യില്ലെങ്കിലും ഇമാറത്തിന്റെ സമയത്ത് ഇമാറത്ത് ചെയ്യണം. അതേ സ്ഥാനത്ത് അവിടെ വെച്ചിട്ടൊന്ന് മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് അഹ്മദ് ശാരിയാത്തി എന്ന് മഹാനവറുകൾ ഇരുന്ന സ്ഥലത്തൊന്ന് പറയാൻ നോക്കുന്നു. കാരണം അവിടെ എത്രയോ ആളുകൾ ആവശ്യം നിറവേറ്റിയതാണ്. മനുഷ്യരുടെയും ജിന്നയും പള്ളിയുടെയും കുതുബ്ഖാൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടുകാരോട് ഇതിനെ പറയേണ്ടതില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരുടെയും ജിന്നുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവിടെ ഇരുന്നു കൊണ്ട് മഹാനവറുകൾ മുറാദുകൾ കേട്ട് പരിഹാരം നൽകിയതാണ്. അപ്പൊ ഇന്നല്ലാഹി ഖൽഖൻ ഖലഖഹും ബിഹവായിജിൻ നാസ് ഹദീസിൽ കാണാം, ചില ആളുകൾ ജനങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അല്ലാഹു അവരെ പടച്ചതാണ്. കാരണം ശൈആനി അഫ്ളൽ ലാ അഫ്ളൽ മിൻഹുമാ ഖസ്ലതാനി ലാ ശൈഅ അഫ്ളൽ മിൻഹുമാ അൽ ഈമാൻ ബില്ലാഹ് വന്നഖ്ദു ബിൽ മുസ്ലിമീൻ. രണ്ട് കാര്യം അല്ലാഹുവിലേക്ക് വലിയ ഇഷ്ടമുള്ളത്, അതിനേക്കാൾ വലിയ മഹത്വം വേറില്ല. ഒന്ന് ഈമാനും ബില്ലാഹ്,
അള്ളാഹുവിനെ കൊണ്ട് ശരിക്കും വിശ്വസിക്കുക. അള്ളാഹിനെ ശരിക്കും വിശ്വസിച്ചാൽ പിന്നെ ഈമാൻകാരെല്ലാം വിശ്വസിക്കും, സുന്നത്തുദ്ദീൻ വിശ്വസിക്കും, പിന്നെ സുന്നതമാരെല്ലാം വിശ്വസിക്കും. അള്ളാഹിനെ ശരിക്കും വിശ്വസിച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ള കുഴപ്പം അള്ളാഹിനെ ശരിക്കും വിശ്വാസമില്ലാത്ത ഹസരത്ത് ഇമാം മുഹമ്മദ് എപ്പോഴും പറയും സുന്നത്യമായതിന് എല്ലാത്തിനും ഇതന്നെ പഠിക്കുള്ളൂ, അല്ലില്ല ജഹലില്ല. അള്ളാഹിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞാലോ യഥാർത്ഥ സുന്നിയായി ജീവിക്കും. അള്ളാഹിനെ കുറിച്ച് തന്നെ എന്തൊക്കെയോ ചിന്തിക്കാണ്, കൈയുണ്ട് കാലുണ്ട് മണ്ണാൻ കെട്ടുണ്ടെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായി സുന്നിയാവില്ല മുസ്ലിമാവും. അള്ളാഹിനെ കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ട് വിശ്വാസം മനസ്സിലാക്കിയിട്ടില്ലേ? അള്ളാഹുവിന്റെ വിശ്വാസം ശരിക്കുമുണ്ടോ ഒരു മുസ്ലിമായി സുന്നിയായിട്ട് ഇവിടെ ജീവിക്കുള്ളൂ, മരിക്കും. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ ഗ്രന്ഥങ്ങളിലേക്ക് അത് വളരെ വിശദമായി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ ഫതാവൽ അസ്ഹരി ഫസ്റ്റത്തെ ചോദ്യം തന്നെ അള്ളാഹുവിന്റെ വിശ്വാസം, ഈമാനും ബില്ലാഹ്. അതിനെ സംബന്ധിച്ച 4 മദ്ഹബിൽ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ സിൽസിലകൾ മുഴുവനും പറഞ്ഞു. ഹനഫി സിൽസില ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹിമഹുല്ലാഹി നിന്ന് കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അഖായിദിനെ സംബന്ധിച്ചാണ് ഫസ്റ്റ് ചോദ്യം തന്നെ. അഖായിദിനെ സംബന്ധിച്ചാണ് മഹാന്മാരിൽ മറുപടി പറയുന്നത്. അപ്പൊ അഖായിദുമായി ബന്ധപ്പെട്ട ഈമാനും ബില്ലാഹ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവ് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഷജറത്തൂത്ത് എന്ന് പറയും, ഷാഹത്തൂത്ത് എന്നൊക്കെ പറയും. ഷാത്തൂത്ത് നമ്മുടെ കമ്പൽ കാൽഘട്ടത്തിൽ ഒരു മരങ്ങൾ ഉണ്ടായിരുന്നു ഷാത്തൂത്ത്. ഇവിടെ എന്താ പറയാൻ കാര്യമില്ല, പറയും ഷഹത്തൂത്ത്, ഷജറത്തൂത്ത് എന്നൊക്കെ പറയും. ആ ഷഹത്തൂത്ത് എടുത്തിട്ടാണ് ഇമാം ഷാഫി തങ്ങൾ റളിയല്ലാഹു അൻഹു അല്ലാഹു ഉണ്ട് എന്ന് സമർത്ഥിപ്പിച്ചത്. കാരണം അല്ലാഹു ഉണ്ട്, നീ ഷജറത്തൂത്ത് മാത്രം നോക്കിയാൽ മതി. എത്ര ഒരു മാന് ഭക്ഷിച്ചാൽ ആ ഷജറത്തൂത്ത് തന്നെ കസ്തൂരിയാകാൻ. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹു ഉണ്ട് എന്ന് അറിയിക്കുമെന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് റസാസി ഇമാം റഹ്മത്തുള്ളാഹി അവിടുത്തെ തഫ്സീറുൽ കബീറിലും ഇമാം നവവി തങ്ങളുടെ ശറഹുൽ മഖാസിദ് നബവിയ്യ എന്ന മഹത്തായ ഗ്രന്ഥത്തിലേക്ക് രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ശരിക്കും ഒരു വസ്തു കൊണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുക്കളുടെ മഹാന്മാർ പറഞ്ഞത് സമുദ്രം നോക്കിയിട്ട് അള്ളാഹു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരങ്ങൾ, അതുപോലെ പർവ്വതങ്ങൾ, ഇതെല്ലാം അള്ളാഹു ഉണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് മഹാന്മാർ ഒരുപാട് വിശദീകരിച്ച് അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും ഒരൊറ്റ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ റഹ്മത്തുള്ളാഹി തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞ 2 സംഭവം മാത്രം പറയാം. ശാരിഅത്ത് റഹ്മത്തുള്ളാഹി ഇവിടെ ശേഖരിച്ച ഗ്രന്ഥങ്ങളിൽ മുഹദ്ദിഖ് തൂസി, മുഹദ്ദിഖ് നസീറുദ്ദീൻ തൂസി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് മുഹദ്ദിഖ് നസീറുദ്ദീൻ തൂസി ഒരു ദിവസം യാത്ര ചെയ്ത് ഒരു മഹാന്റെ ഹദറത്തേക്ക് എത്തി. ഒരു മഹാന്റെ ഹദറത്ത് എത്തിയപ്പോ ജനങ്ങളൊക്കെ പറഞ്ഞു ഈ മുഹദ്ദിഖ് തൂസി വലിയ കഴിവുള്ളതാണ്. ഇൽമുൻ നുജൂം, എന്താണ് നക്ഷത്രത്തിന് ഇംഗ്ലീഷ് എന്താ പേരുണ്ട സബ്ജക്റ്റിന്? ഇൽമുൻ നുജൂം, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം, അതിൽ വലിയ കഴിവുള്ള ആളാണെന്നാണ്. അപ്പൊ ഈ മഹാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ കഴിവെന്തിനാണ്? ഇൽമുൻ നുജൂമിലുണ്ട്. നക്ഷത്രങ്ങളെ പഠനത്തിൽ വലിയ ഗോളങ്ങളെ കുറിച്ച് ഇല്ലാതെ അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാൻ പറഞ്ഞു, ആ ഇയാളെക്കാൾ കൂടുതൽ വെളുത്ത കൈതക്ക് ഇൽമുൻ നുജൂമിൽ കഴിവുണ്ട്. ഇയാളെക്കാൾ കൂടുതൽ വെളുത്ത കൈതക്ക് ഇയാളെക്കാളും കഴിവുണ്ട് ഇൽമുൻ നുജൂമിൽ. ഇസ്മായിൽ റഹ്മത്തുള്ളാഹി തഫ്സീർ റൂഹുൽ ബയാൻ പറഞ്ഞ സംഭവമാണ്. ഇൽമുൻ നുജൂമിൽ ഇയാളെക്കാൾ കൂടുതൽ വെളുത്ത കൈതക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് ഇയാൾക്ക് എന്താ ഇങ്ങനെ പറഞ്ഞു. ഇയാളോട് വന്ന് പോയി കേട്ടോ. അയാൾ യാത്ര ഇങ്ങനെ പോകുന്ന ഇടയിൽ ഒരു വീട്ടിൽ പോയി താമസിച്ചു. ആ വീട്ടിലാണെങ്കിലോ കൈതുള്ള വീടാണ്, വെളുത്ത കൈതുള്ള വീടാണ്. മൂപ്പർ ഇങ്ങനെ നോക്കി എന്താ സംഭവം. ഏതായാലും മൂപ്പർ ബെഡൊക്കെ എടുത്തുകാണ്ട് പുറത്ത് താമസിക്കാണ്. പുറത്ത് ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ. അപ്പൊ വീട്ടിലത്തെ ഉടമസ്ഥൻ പറഞ്ഞു, വേണ്ട, ഇന്ന് നിങ്ങൾ വീട്ടിൽ പുറത്ത് കിടക്കില്ലേ, നിങ്ങൾ ഉള്ളിൽ കിടന്നോളി. എന്തേ? കാരണം മഴ വരണം, പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാനൊക്കെ സാധ്യത, അതുകൊണ്ട് ഉള്ളിൽ പോയിട്ട് താമസിച്ചോ നിങ്ങൾ. അപ്പൊ ഇയാൾ നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു ചോദിച്ചു. എന്റെ വീട്ടിലൊരു കൈതുണ്ട്, എന്റെ വീട്ടില് ഒരു കൈത. ആ കൈതന്റെ പാല് മേലക്ക് ഇങ്ങനെ പൊന്തിച്ചാലോ അന്ന് മഴ വരൂല എന്നാണ്. താഴെ ഇങ്ങനെ വായിച്ചാലോ അന്ന് മഴ വരും. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇയാൾ വലിയ മുഹദ്ദിഖാണ്. നമ്മള് എല്ലാ വിഷയത്തിനും ഭയങ്കര ഫന്നായിട്ട് പറയുന്ന വ്യക്തിത്വമാണ്. പക്ഷേ മൂപ്പര് അല്പം ചിന്തിച്ച് ആ മഹാൻ പറഞ്ഞ വാക്ക്, വെളുത്ത കൈതൊക്കെ ഇയാളെക്കാൾ ഇൽമുൻ നുജൂമാണ്. ഇത് അന്തം വിട്ട് ഇയാൾ ആ മഹാൻ പറഞ്ഞ ശരിയാണല്ലോ. കാരണം ഇയാള് ഗോളശാസ്ത്രത്തിൽ വലിയ കഴിവുള്ളതാണ്.
പക്ഷെ ഈ കൈതക്ക് ഇയാളെക്കാൾ കൂടുതൽ അറിയുന്ന മഹാൻ പറഞ്ഞപ്പോഴാണ് ഇയാൾ ചിന്തിച്ചത്. ഇസ്മായിൽ ഹുജൈർ റഹ്മത്തുള്ളാഹി പറയാൻ റഹീബാൻ ചിന്തിക്കണം. ഇന്ന് ചില ന്യൂ ജനറേഷൻ ആളുകളുണ്ട്, മുൻഗാമികൾ പറഞ്ഞതൊക്കെ അതിനെ ന്യായീകരിക്കാനും അത് അങ്ങനെയാണ് ഇത് മറ്റാണ് മറിച്ചാണ് എന്ന് ന്യൂ ജനറേഷൻക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ മഹാന്മാർ പറഞ്ഞതിന്റെ വിപരീതം ചിന്തിക്കുകയാണെങ്കിൽ മുഹദ്ദിഖുത്തൂസി പറഞ്ഞതുപോലെ ആയിരിക്കും, മുഹദ്ദിഖുത്തൂസിയോട് മഹാന്മാർ പറഞ്ഞതുപോലെ ആയിരിക്കും. ഈ മഹാന്മാർ പറയുന്നതിന് അതിനെ ഒരുപാട് അതിൽ ബസീറത്ത് കൊണ്ട് പറഞ്ഞ വ്യക്തിത്വങ്ങളാണ് ഇവർ. അഹങ്കാരിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, ആചാരം കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. ഏതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അന്നുണ്ടായ ചില നാശങ്ങളെ സംബന്ധിച്ച് ബറേലി ഷരീഫിൽ വെച്ചിട്ട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ, അന്ന് അവിടെ പറയുമ്പോൾ അന്ന് കേരളത്തിൽ പറഞ്ഞിരുന്ന മുഹമ്മദ് മുസ്ലിയ റഹ്മത്തുള്ളാഹി അലൈഹി ആലാഹത്തിനേക്കാൾ 20 വയസ്സ് താഴെയാണ്. പക്ഷേ തമ്മിൽ കണ്ടിട്ടോ ഫോൺ ചെയ്തിട്ടൊന്നുമില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി എന്താണോ ആധാരം തെളിവ്, അതേ തെളിവ് ശംസുൽ ഉലമ ഖുത്ബി ഉസ്താദ് ഉണ്ടായി. ഷാരിയാത്ത് റഹ്മാന്റെ അടുത്ത സുഹൃത്താണ് ശംസുൽ ഉലമ ഖുത്ബി ഉസ്താദ്. ശംസുൽ ഉലമ ഖുത്ബി ഉസ്താദിനിക്ക് അതേ തെളിവുണ്ടായി. ശംസുൽ ഉലമ ഖുത്ബി ഉസ്താദ് പറഞ്ഞു തന്നെ അന്ന് പൊന്നാനി പണ്ഡിതന്മാരും പറഞ്ഞത്, അന്നുള്ള പൊന്നാനി പണ്ഡിതന്മാരും അതേ വാക്ക് അവിടെ ഇമാം അഹ്മദ് പറഞ്ഞത് എന്താ, അതേ വാക്കാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മുഹദ്ദിഖുത്തൂസി അത്ഭുതപ്പെട്ടു, ആ മഹാൻ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണല്ലോ. കാര്യം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി കാലത്ത് ഒരാള് ഇപ്പൊ മഴ വരാൻ സാധ്യല്ല, മൂപ്പറിന് എന്റെ ഇമ്മുനിച്ച് മുടക്കട്ടെ, അള്ളാഹ് ഉദ്ദേശിച്ചപ്പോ മഴ വരില്ലേ, അല്ല കോട നോക്കിക്കൾ മഴ വരാൻ സാധ്യല്ല, അള്ളാഹ് ഉദ്ദേശിച്ചപ്പോ വരൂലേ, അങ്ങനെ കറാമത്ത് കൊണ്ട് മഴ വർഷിപ്പിച്ച സംഭവം കാണാം. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട മുഹദ്ദിഖുത്തൂസി അത്ഭുതപ്പെട്ടു ബഹുമാനപ്പെട്ടത് സംബന്ധിച്ച്. അതേപോലെ ഇസ്മായിൽ ഹുജൈർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹിൽ ബയാൻ പറയാണ്, ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു വസാലി ഇമാമുൽ ഉസ്താദ് ബഹുമാനപ്പെട്ടവർ ഒരു സദസ്സിക്ക് വന്നു. വലിയ അക്കാബിനികളായ ഔലിയാക്കളും ഉലമാക്കളും പണ്ഡിതന്മാരൊക്കെ വന്നു കാണും. ഔലിയ ഉലമ എല്ലാം ഉള്ള സദസ്സാണ്. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു കടന്നുപോയി. ഇമാമുൽ ഹറമൈൻ തങ്ങൾ കടന്നു വന്നപ്പോ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, എന്താ സ്ഥലത്തെ തൊട്ട് അല്ലാഹു ശുദ്ധനാണ് എന്നതിന് എന്താ തെളിവുള്ളത്? അല്ലാഹു തആല സ്ഥലത്തെ തൊട്ട് ശുദ്ധനാണ് എന്താ തെളിവുള്ളത് എന്ന് പറഞ്ഞു. ഫഖദ് ഖാല ഫിൽ ഖുർആൻ അൽ അർശു ഇസ്തവൽ അർശു അലർ റഹ്മാൻ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ. അപ്പൊ അല്ലാഹു തആലക്ക് സ്ഥലമുണ്ട് എന്ന് ഇയാൾ വാദിച്ചു. അതിനെന്താ സ്ഥലമില്ല എന്നൊക്കെ എന്താ തെളിവ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദലീലു അലാ തനസുഹിഹി തആല അനിൽ മകാൻ ദുആഉ സയ്യിദിനാ യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ വഖൗലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ لا أحصي ثناء عليك أنت كما أثنيت على نفسك. അതായത് നൂഹ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ വെച്ച് പറഞ്ഞ വാക്കെന്താ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മീനിന്റെ വയറ്റിൽ ഉണ്ടായിട്ട് അന്ത എന്ന് പറഞ്ഞ ആരോടെ മീനിടാം? ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇബാദത്തിന് അർഹനില്ലാന്ന് മീനോടാ പറഞ്ഞത്. ആ മീനിന്റെ ഉള്ളിൽ അല്ലാഹ് തോന്നുന്നു. അപ്പൊ സ്ഥലത്തെ തൊട്ട് ശുദ്ധനാണ്. അന്ത എന്ന് പറഞ്ഞത് സ്ഥലത്തിനോടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലത്തെ തൊട്ട് ശുദ്ധനാണെന്ന് മീനിന്റെ വയറ്റിലും പറഞ്ഞത് അതാ, ലാ ഇലാഹ ഇല്ലാ അൻത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ അടുക്കൽ വെച്ച് പറഞ്ഞതും അതന്നെയാണ്, ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സി. അർശിനെയും പടച്ച സർവ്വ സൃഷ്ടികളെയും പടച്ച സൃഷ്ടാവായ റബ്ബ് സ്ഥലത്തെ തൊട്ട് ശുദ്ധനാണ്, അല്ലെങ്കിൽ അന്താന്ന് അവിടെ പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. ഈ മറുപടി പറയുന്നു ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറഞ്ഞു, ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അയാൾ കടത്തിന് മുന്നിക്കണം, അയാൾ കടം വീട്ടി കൊടുക്കണം എന്ന് ഇവിടുത്തെ വീട്ടിലെ ഉടമസ്ഥരോട് പറഞ്ഞു. ആദ്യം കടം വീട്ടി എന്നിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തു എന്ന് ഇസ്മായിൽ ഹുജൈർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീർ റൂഹിൽ ബയാനിൽ പറയുകയാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, മഹാന്മാർ തെളിവ് ഏത് ശൈലിയിലാ പറഞ്ഞത്? ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ മശായിഖുൽ ആ വിധത്തിൽ പറയുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒരുപാട് സബ്ജക്റ്റിലുള്ള കഴിവുകൾ, ഒരു സബ്ജക്റ്റിൽ കഴിവുള്ളത് കൊണ്ട് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് മുഹദ്ദിഖുത്തൂസിന്റെ സംഭവം നമുക്ക് അറിയിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി
ഒരുപാട് സബ്ജക്റ്റുകളിൽ അവിടുത്തെ ഉസ്താദ് 562 സബ്ജക്റ്റുകളിൽ ഗ്രന്ഥരചന നടത്തിയത്. അത് ഏതെല്ലാം സബ്ജക്റ്റുകളാണ്, ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ്, അത് മുഴുവൻ ഇവിടെ ദാറുൽ 562 സബ്ജക്റ്റുകളിൽ ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ സബ്ജക്റ്റുകൾ ഏതെല്ലാം, എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കുകൾ, ആലാ ഹസ്രത്ത് പറഞ്ഞ വാക്കുകൾ, മുൻഗാമികളായ അയിമത്ത് പഠിപ്പിച്ച വാക്കുകൾ ഇന്ന് ചിലപ്പോ കള്ളത്തൊരീക്കത്തുകാർക്ക് ദഹിക്കില്ല, ചിലപ്പോ വിദ്യാർത്ഥികാർക്ക് ദഹിക്കില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികാർക്ക് കോടി വെച്ച് കൊടുക്കുന്ന ആളുകൾക്കും ദഹിക്കില്ല. എന്റെ ഫിക്ർ സ്വഹീലാത്തതുകൊണ്ട്, ഖൽബ് സലീമില്ലാത്തത് കൊണ്ട്. സലീമായ ഖൽബും ഫിക്ർ സ്വഹീഹുണ്ടോ, ഈ പറഞ്ഞ മഹാന്മാര് പറഞ്ഞത് 100% ശരിയാണ് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയും. ഇതില്ലാത്തതിന്റെ പേരിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും ന്യായീകരിക്കാനും പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇബ്ലീസിന്റെയും ഇൻസിന്റെയും ജിന്നിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഫിക്ർ സലീമുണ്ടോ, ഖൽബ് സലീമുണ്ടോ, ഇവർ പറഞ്ഞ ആശയങ്ങൾ അത് നേർക്ക് നേരെ 100% ഉറപ്പിക്കും ഏതൊരു മുഅ്മിനായ മനുഷ്യനോ, ഈമാനുള്ള മനുഷ്യൻ. ശരീഅത്ത് റഹ്മത്തുള്ളാഹിയുടെ കൈകളിൽ ഒരു പ്രധാനപ്പെട്ട കൈവാണ് ഇൽമുൽ മനാഖിബ്. ഇൽമുൽ മനാഖിബ്, മനാഖിബിന്റെ അർത്ഥം മൻഖബത്ത് മനാഖിബ്. മൻഖബിന്റെ അർത്ഥം ഓട്ടാണ്. കാരണം മനാഖിബ് പറയുമ്പോൾ, മഹാന്മാർ അനുസ്മരം പറയുമ്പോ ചില ആളുകളുടെ മനസ്സിൽ ഓട്ടാവുന്നു. മഹാന്മാർ അനുസ്മരിക്കുമ്പോ ചിലർക്ക് അലർജി ഉണ്ടാവും, ചിലരുടെ മനസ്സുകൾക്ക് ഓട്ടവും ഭക്തിന്റെ ആൾക്കാർക്കും കള്ളത്തൊരീക്കത്തുകാർക്കും വിരുദ്ധക്കാർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇൽമുൽ മനാഖിബ്. ആ ഇൽമുൽ മനാഖിബിൽ ഒരുപാട് അയിമത്ത് ഗ്രന്ഥങ്ങളിൽ സുയ്യിദ് ഇമാം റഹിമഹുല്ലാഹിനെ പോലത്തെ ആളുകൾ, ഇബ്നു ഇമാം പോലത്തെ ആളുകൾ 2 തോറികൾ. കാരണം പല ആൾക്കാരും തെറ്റിദ്ധരിക്കാണ്. മിഞ്ഞാനൊരു കുതുഹാനക്ക് പോയി നോക്കുമ്പോ ഒരു കിതാബ് മജ്മുൽ ബയാൻ അതിന്റെ തുടക്കത്തിൽ ഒരാൾ എഴുതിച്ചതാ. എന്ത് ഒന്നൂർ കറാമത്തുൽ മുഅല്ലിഫി റഹിമഹുല്ലാഹ്. മജ്മുൽ ബയാനിൽ മുസന്നിഫിന്റെ കറാമത്ത് നോക്കി എഴുതിക്കാം. ഞാൻ നോക്കി അത്ഭുതപ്പെട്ടു. മജ്മുൽ ബയാൻ, ഈ മജ്മുൽ ബയാന്റെ മുസന്നിഫിന്റെ കറാമത്ത് എന്റെ എഴുതിക്കാണ്. മജ്മുൽ ബയാൻ ഷിയാക്കളുടെ ഒരു ഗ്രന്ഥമാണ്. ആ മജ്മുൽ ബയാൻ തബറസി എഴുതിയതിന് കറാമാത്ത് എന്ന് പറഞ്ഞിട്ടാണ്. കറാമാത്ത് ഷിയാക്കളിലെ ഔലിയാക്കളോ സുന്നത്ത് ജമാഅത്തല്ലാതെ ഒരൊറ്റ പ്രസ്ഥാനത്തിലും ഔലിയാക്കൾ ഉണ്ടാവില്ല, ഉറപ്പാണ്. لا يفطر على العبد إلا إذا كان على عقيدة السنة والجماعة وليس لله ولي على غيرهم. ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി ശേഖരിച്ച ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഇബ്ലീസ്. അതിൽ പറയുന്നു, വിലായത്തിന്റെ മഅരിഫത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് ഒരിക്കലും, സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവർക്ക് വിലായത്ത് ഉണ്ടാവില്ല, മഅരിഫത്ത് ഉണ്ടാവില്ല, കറാമത്ത് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇസ്തിദ്റാജ് ഉണ്ടാവും, അത് ദജ്ജാലുണ്ടാവും. അതിന് കറാമത്ത് എന്ന് പറയില്ല, അത് മണ്ണാകട്ടെ, കറാമത്ത്. അപ്പൊ അതുകൊണ്ട് ഇസ്തിദ്റാജ്. അതേസമയത്ത് ഇൽമുൽ മനാഖിബ്, പലരും ഇൽമുൽ മനാഖിബ് ഷിയാക്കളും മറ്റൊക്കെ എഴുതും. പക്ഷേ ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹും അവിടത്തെ മശായിഖുകളും മുൻഗാമികളായ പിൻഗാമികളായ ഹഖിന്റെ അഹ്ലുകാരെന്ന ഇൽമുൽ മനാഖിബിൽ ഒലുവുണ്ടാവില്ല, മുബാലഗ ഉണ്ടാവില്ല, ഇഫ്രാത്തും തഫ്രീത്തും ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പറയും, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. ഇവര് കാണിച്ച ത്യാഗം, അവർ ചെയ്ത പ്രവർത്തനം, അത് ഇഫ്രാത്തും തഫ്രീത്തും ഒലുവൊന്നും ഇല്ലാതെ നേർക്ക് നേരുള്ള വരികൾ. അതിന് പുതിയ പുതിയ നിയമങ്ങൾ ആരും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ വിധത്തിൽ അവർ എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. കറാമത്തിനെ സംബന്ധിച്ച് പറയുമല്ലോ, 100 വർഷത്തിന് മുമ്പേ പറയാൻ പറ്റുള്ളൂ, അതിന്റെ ശേഷം പറയാൻ പറ്റൂല. ചില ആൾക്കാർക്ക് ഉണ്ടാവും തോന്നിയൊക്കെ കറാമത്ത് വിളുമ്പും ഇസ്തിഖാമത്ത് പറയില്ല, ഓരോന്നെടുത്ത് പറയും. എന്നാൽ ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. അൽ ഇസ്തിഖാമത്തു ഖൈറുൻ മിൻ അൽഫി കറാമ. ഇസ്തിഖാമത്ത്, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുക, ശരീഅത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഒരു കറാമത്ത് ബാക്കിയുള്ള ആയിരക്കണക്കിന് കറാമത്തിനേക്കാൾ വലുതാണ്. അതൊന്നും അറിയാതെ ചെറിയ ചെറിയ കറാമത്തിനെ പിടിച്ചിട്ട് ഇസ്തിഖാമത്ത് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കള്ളത്തൊരീക്കത്തുകാരെ കൗലാക്കണം. കാരണം കള്ളത്തൊരീക്കത്തിലേക്ക് 72 വിഭാഗത്തിന്റെ ആശയങ്ങളുമുണ്ട്. അതിൽപ്പെട്ട വേസ്റ്റേജുകൾ ഉണ്ടാകും, വിദ്യാർത്ഥികാർക്കുണ്ടാകും. ഈ ആശയങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ കറാമത്ത് കൂടി പറഞ്ഞാല് ഈമാനാണ് ചോർന്നു പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും ഈ മഹാന്മാര് പഠിപ്പിച്ച ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്ത്, അത് പറഞ്ഞിട്ട് ബാക്കി കറാമത്ത്. ഇസ്തിഖാമത്ത് പറയാതെ തസല്ലുബ് അല സുന്നത്തി വൽ ജമാഅ
തസല്ലുബിന്റെ ശരീഅത്തിൽ ഇസ്ലാമിയ അത് പറയാതെ വേറെ ഒരു കറാമത്തിലേക്ക് ചിന്ത നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കള്ളത്തൊലിക്കത്തന്നോ, കുറച്ച് കഴിഞ്ഞാൽ കള്ളത്തൊലിക്കത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കള്ളത്തൊലിക്കത്തിലേക്കാണ് കടന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനൊക്കെ പാഠം പഠിപ്പിച്ച ദർബാറാണ് മർകസ് അക്കാബിരി അഹ്ലി സുന്ന ദാറുൽ ഇഫ്താഹ് അസ്സദിയ്യ. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകിച്ചും കള്ളത്തൊലിക്കത്തിന് പാഠം പഠിപ്പിച്ചു, വിദഗ്ധകാര്യങ്ങളെ പഠിച്ചു, ഇതിലേക്ക് കോടി വെച്ച് കൊടുക്കുന്ന ആൾക്കാരെയും പാഠം പഠിപ്പിച്ചു. എല്ലാം പാഠം പഠിപ്പിച്ച ഒരു സ്ഥലമാണ്. കാരണം ഇസ്ലാം എന്നത് പവിത്രമായ ദീനിൽ ഒരു കറയും വന്നു പോകാൻ പാടില്ല. സുന്നത്യമായിട്ട് എന്ന് പറയുന്ന ആ പവിത്രമായ ദീനിൽ ഒരു വേസ്റ്റേജും വന്നു പോകാൻ പാടില്ല. ആ നിലയ്ക്ക് ഉറൂസുമായി വിറപ്പുന്ന അനാചാരങ്ങൾ അതെല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങളെ കൊണ്ട് ഇവിടെ യഥാർത്ഥ ഉറൂസ് എന്താണെന്ന് പഠിപ്പിച്ച ഒരു മഹാമനുഷ്യാണ് ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ മശായിഖുകൾ. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സുന്നത്തിന്റെ ഈ മഹാന്മാർ. അതുകൊണ്ട് ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി ഉറൂസിൽ നമ്മൾ എത്തി ഈ നിയ്യത്തുകളൊക്കെ ആക്കി. അപ്പൊ പ്രത്യേകിച്ച് ഈ ഉമ്മത്ത് മുഹമ്മദിലെ ഏറ്റവും മഹത്വമുള്ള ബദരീങ്ങളെയാണ് ആദ്യമായി ഈ ഉറൂസിന് തവസ്സുലാകാൻ തുടങ്ങുന്നത്. നാളെ മഗ്രിബ് വരെ ടൈമുണ്ട്. പറ്റുന്ന മഹാന്മാരൊക്കെ തവസ്സുലാക്കുക. ഇമാം ശാരിഅത്ത് റഹ്മത്തുള്ളാഹി എല്ലാം പേരൊന്നും ചിലപ്പോ 200 സിൽസിലാണ് 10,000 മഹാന്മാർ എല്ലാവരും പേര് നമുക്കറിയില്ല. ഇത്ര പറയാമാണ് ഹനഫി, ഷാഫി, മാലിക്കി, ഹംബലി ഇതിലുള്ള ശാരിഅത്ത് റഹ്മത്തുള്ളാഹിയുടെ മശായിഖുകൾ. ഖാദിരിയ, ചിശ്തിയ, സുഹറവർദിയ, നഖ്ശബന്ദിയ ഇതിലുള്ള ശാരിഅത്ത് റഹ്മത്തുള്ളാഹിയുടെ മശായിഖുകൾ. അല്ലെങ്കിലോ ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ മഹാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും തവസ്സുലാക്കുക. പറ്റുന്ന വിധത്തിൽ ഫാത്തിഹകൾ അധികരിപ്പിക്കുക, ഇഖ്ലാസ് അധികരിപ്പിക്കുക, യാസീൻ അധികരിപ്പിക്കുക, സലവാത്ത്, സലാമത്ത്, തഹ്ലീൽ എല്ലാം അധികരിപ്പിച്ച് മഹാനവറുകൾക്ക് ഹദിയാക്കി, ആ മഹാൻ മശായിഖിലേക്ക് ഹദിയാക്കി അവർക്ക് മദദ്, ഹിമായത്ത്, ശഫാഅത്ത് നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് ഷഹ്റാൻ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മീസാനിൽ പറഞ്ഞതുപോലെ മരണപ്പെടുന്ന സമയത്ത് അയിമത്തുൽ ഫുഖഹാ സൂഫിയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടാകും. അവരെ മദദ് ഉണ്ടായാൽ ഇമാൻ സലാമത്താകും. 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന ഇമാം റാസി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ശാരിഅത്ത് റഹ്മത്തുള്ളാഹി പരിചയപ്പെടുത്തി ഫതാവൽ അസ്സീരി. ആ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ ആ വഫാത്തിന്റെ സമയത്ത് അവിടുത്തെ ശൈഖായ നജ്മുദ്ദീൻ കുബ്ര റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സാന്നിധ്യം ഉണ്ടായി. നജ്മുദ്ദീൻ കുബ്ര അവിടുത്തെ തഅവീലാത്തുൽ നജ്മിയായ തഫ്സീർ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇസ്മായിൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി തഫ്സീർ റൂഹുൽ ബാനി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞത് കാണാം. ഒരൊറ്റ അതിന്റെ വാക്ക് പറയാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൽമ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൽമ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജഹാലത്ത് അധികരിപ്പിക്കുകയാണ്. ചില ആൾക്കാർ ഹിക്മത്ത് എന്ന് പേരൊക്കും എല്ലാത്തിനും. തനിച്ച സഫാഹത്തായിരിക്കും, ഇൽമെന്ന സാധനം ഉണ്ടാവില്ല. ഹിക്മത്തിലേക്ക് സഫാഹത്തിലേക്ക് ഹിക്മത്ത് എന്ന് പേര് വെക്കും, ജഹാലത്തിലേക്ക് ഇൽമ് എന്ന് പേര് വെക്കും. എന്നാൽ നാഫിയായ ഇൽമ് ചോർന്നു പോവുകയാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ എല്ലാ സാധ്യതത്തിന് കൊടുത്ത നാഫിയ ജമാഅത്തിന്റെ അസാധ്യതത്തിന്റെ പണ്ഡിതന്മാർ കൊടുത്ത നാഫിയ ഉലൂമിൽ നിന്ന് അള്ളാഹു നമുക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകിച്ചും ഇൽമ്, കാരണം ഇന്നുള്ള ഔലിയാക്കളെ ഇന്ന് നോക്കിയാൽ ഒരു സമുദ്രമാണെങ്കിൽ അതിന്റെ ഒരു തുള്ളിയാണ് നമുക്കുള്ളത്. ഔലിയാക്കളെയും അമ്പിയാക്കളെയും നോക്കിയാലോ അമ്പിയാക്കളിൽ സമുദ്രമാണെങ്കിൽ അതിന് ഒരു തുള്ളിയാണ് ഔലിയാക്കൾക്കുള്ളത്. അമ്പിയാക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമിലേക്ക് ചേർത്ത് നോക്കിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമ് സമുദ്രമാണെങ്കിൽ അതിന്റെ തുള്ളിയാണ് ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്കുള്ളത്. ഇമാം സഫാത്തായ ബൂസരി ഇമാം റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഫാഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാലുഹു ഫീ ഇൽമിൻ വലാ കറമി. അമ്പിയാക്കളുടെ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ഇൽമിന്റെ വിഷയത്തിലും ഏത് വിഷയത്തിലും അമ്പിയാക്കൾ അടുത്ത് പോലും എത്തിയിട്ടില്ല. അപ്പൊ ഈ ഒരു സന്ദേശം ഇസ്മായിൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി പറയുന്നത് നജ്മുദ്ദീൻ അൽ കുബറയുടെ തഅവീലാത്തുൻ നജ്മിയ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ മഹാന്മാർ പഠിപ്പിച്ചതിന്റെ വഫാത്തിന്റെ സമയം അവർക്ക് മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടായി. ഇവിടെ പിന്നെ പറയേണ്ടതില്ല. ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അലിദി ഇമാദുദ്ദീൻ അലി ശാരിയാത്തി റഹ്മത്തുള്ളാഹിയുടെ വഫാത്ത് സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായത് ഇവിടെ നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. ഏതായാലും നമുക്ക് മഹാന്മാർ സാന്നിധ്യം ഉണ്ടാകണം, നമ്മുടെ ഈമാൻ ഇസ്ലാമത്താകണം. അതിനുവേണ്ടി ഈ മഹാന്മാരെ നമ്മൾ കറക്ഷൻ എപ്പോഴും അവിടെ തവസ്സുൽ ചെയ്ത് ഈ ബദരീങ്ങളെ എപ്പോഴും തവസ്സുലാക്കാം. അവിടുത്തെ മശായിഖിനെ അൽ-ഇസ്തിഖാസത്തുൽ അസ്ഹരിയാലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്ത് ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹി മശായിഖിനെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ അല്ലാഹു ദൂരീകരിക്കട്ടെ. അവരെ
അവർക്കൊക്കെ ദുനിയവിയായ ഉഖ്റവിയായ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈ വർഷം 73ാമത്തെ ഉറൂസ് അസ്ഹർ, 73 വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതിൽ നമ്മൾ പെട്ടുപോകണം. അതല്ലാത്തതിൽ ഒരിക്കലും ഒരു ഇഞ്ച് പോലും തെറ്റിപ്പോകാൻ പാടില്ല എന്ന് നമ്മൾ എപ്പോഴും തവസ്സുലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈമാനും 70 ഈമാന്റെ ശാഖകൾ, ചില പണ്ഡിതന്മാർ 73 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശാഖകൾ, ഈമാനിന്റെ ശക്തികൾ. അതുപോലെ 73ാമത്തെ ഉറൂസ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നാം ഇവിടെ ഇപ്പൊ 23ാമത് വേറെ പല നിലക്കും ഹയാത്ത് കാണുന്നുണ്ട്. നമ്മൾ കാണാത്ത പല ഹയാത്തുകളും മഹാന്മാർക്കുണ്ടാവും. ലാഹിറും ബാത്തിനുള്ള ഡെക്കറേഷൻ ഉണ്ട്. ലാഹിർ മാത്രം നമുക്ക് കാണുള്ളൂ, ബാത്തിന് ഒരുപാടുണ്ടാവും. അതിൽ വളരെ പ്രധാനമാണ് ഈമാന്റെ സലാമത്ത്. നമ്മുടെ മനസ്സ് ശുദ്ധിയാവുക, മനസ്സ് പ്രകാശിക്കുക. ഇത് ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാകും. അതാണ് വളരെ പ്രധാനപ്പെട്ട ആ ഡെക്കറേഷൻ നൂറായി നമുക്ക് മനസ്സിലാകേണ്ടത്. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റു നിലക്കുമുള്ള കുറെ ഹയാത്തുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 73ാമത്തെ ഉറൂസിൽ ഈ സമയം അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സിയാറത്തിനെ ഹയാത്താക്കുക, അത് മഖ്ബറയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പള്ളി ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കുക, അതോടുകൂടെ അതിന്റെ പരിപാലനം. ഇന്നമാ യഅ്മുറു മസാജിദുല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറഞ്ഞു, പള്ളി പരിപാലിക്കുന്ന ഈമാനുള്ള ആളുകൾ അവർക്ക് ഉണ്ടാകേണ്ട വിശേഷണങ്ങളൊക്കെ അല്ലാഹു തആല പറഞ്ഞു. ആ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി പോലുള്ള മഹാന്മാർ, ഫബിനാഉൽ ഖുർആനി അലാ ഖുബൂരിൽ ഔലിയാ, പണ്ഡിതന്മാർ ഔലിയാക്കളുടെ മഖ്ബറകൾ പരിപാലിക്കുക, അവിടുത്തെ മഖ്ബറകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, അതും പള്ളി പരിപാലനം നടത്തുന്നതും മഖ്ബറകൾ പരിപാലിക്കുന്നതും അത് ഈമാനുള്ള ആളുകളുടെ വിശേഷണമാണ് എന്ന് ആയത്തും അതിന്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ ഫുഖഹാക്കൾ പള്ളിക്ക് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലത്ത്, പള്ളിക്ക് വസിയത്ത് ചെയ്യാൻ, പള്ളിന്റെ ഇമാറത്തിന് വസിയത്ത് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരുടെ മഖ്ബറകൾക്കും അതിന്റെ ഇമാറത്തിന് വസിയത്ത് ചെയ്യാൻ പറ്റുന്ന മസലകൾ മഹാന്മാരായ ഫുഖഹാക്കൾ, ഇമാം നബവി റഹ്മത്തുള്ളാഹി പോലുള്ള മഹാന്മാർ റൗദത്തു ത്വാലിബീൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഏതായാലും പള്ളികളും മഖ്ബറകളും പാലിക്കുക അത് ഈമാനുള്ള ആൾക്കാരുടെ സ്വഭാവമാണ്. ചില പള്ളി മാത്രം ഹയാത്താകും, മഖ്ബറകളൊക്കെ പൊളിക്കാൻ നോക്കും വഹാബിയത്തിനെ പോലും. ചിലപ്പോ മഖ്ബറകൾ എല്ലാം കൊണ്ട് ഹയാത്താകും, പള്ളികൾ ഇല്ലാതാക്കും കള്ളത്തൊലിക്കത്താരെ പോലും. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മുഅ്മിനീങ്ങൾ പള്ളികളും പരിപാലിക്കണം, മഖ്ബറകളും പരിപാലിക്കണം. ഹയാത്ത് കൊണ്ട് മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് ഹയാത്താക്കണം. അതോടുകൂടെ ഇതിന് സിയാറത്തിന് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. ആ സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് സീറ്റുകളും മറ്റൊക്കെ അൽഹംദുലില്ലാഹ് ഇതിന്റെ കുടുംബങ്ങളും അതുപോലെ കർണാടകയിലും എല്ലാവരുടെയും ഈ പ്രാവശ്യം കർണാടകക്കാർ അൽഹംദുലില്ലാഹ് ഒരുപാട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഫൈസൽ ഇഖ്ബാൽ ഭായി ഇവിടെ സദസ്സിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വലിയ സംഭാവന ഇതിന് നൽകിയിട്ടുണ്ട്. അതോടുകൂടെ സീറ്റ് ഇടാൻ വേണ്ടിയും മംഗലാപുരത്തെ ചില ആളുകൾ, അങ്ങനെ പലരും അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കുടുംബങ്ങളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പലരും നാളത്തെ ഉറൂസ് അസ്ഹറിന് വേണ്ടിയിട്ട്, ഉറൂസ് അസ്ഹർ ശാലിയത്ത് യൗമുൽ മശായിഖിന്റെ മാംസത്തിന് വേണ്ടിയും അങ്ങനെയുള്ള ഒരുപാട് സംഭാവനകൾ ഹദിയകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും ഈ ഹദിയകളും ഈ സംഭാവനകളും നമ്മൾ പ്രത്യേകിച്ചും ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി ഉറൂസിലും പ്രത്യേകിച്ചും അവരുടെ മശായിഖെ തവസ്സുലാക്കുക. ഇപ്പോ ചില സ്ഥലത്തൊക്കെ മുഹറം 27 മാത്രമല്ല, എല്ലാ മാസം 27 ഷാരിയാത്തിൽ പ്രത്യേകം തവസ്സുലാക്കുക. സാധാരണ പലപ്പോഴും ചെയ്യും, 27 എന്ന് പ്രത്യേകം ചെയ്യും. 11 രാവിലെ ഗൗസുലാദമിന്, 6 ഹാജാതങ്ങള്, 27 ഇമാം ഷാരിയാത്ത്, 25 ആല ഹസ്രത്ത്, ഇങ്ങനെ പ്രത്യേകമായി തവസ്സുലാക്കുക. അങ്ങനെ നമ്മൾ പറ്റുന്ന വിധത്തിലില്ല മഹാന്മാരെ തവസ്സുലാക്കാം, അവരെ മദദ് കിട്ടാം, അവർ പഠിപ്പിച്ച സന്ദേശത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കും വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇമാം ഷാരിയാത്ത് റഹിമഹുല്ലാഹ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ മഹാന്മാർ, അവർക്ക് ബർക്കത്ത് കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, ഹനഫി അക്കാബിരികൾ, ഷാഫി അക്കാബിരികൾ വലിയ ക്ഷീണത്തിലാണ്. മൗത്തുൽ ആലം ഒരുപാട് പണ്ഡിതന്മാർ വഫാത്തായി. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതേ സ്ഥാനത്ത് ഒരുപാട് പണ്ഡിതന്മാർ മറദുൽ ആലം ഒരുപാട് രോഗത്തിലാണ്. അക്കാബിരികളുടെ അവസ്ഥ വലിയ ക്ഷീണത്തിലാണ്. നമുക്ക് ആയുസ്സിലെങ്കിലും അവർക്കുണ്ടാകണമെന്ന് നാം ചിന്തിക്കണം.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അകാബിരികളായ പണ്ഡിതന്മാർ അവർക്ക് ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹി അവിടുത്തെ മശായിഖിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തിലായി ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അവർ ബർക്കത്തും അല്ലാഹു നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തിലേക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഏതായാലും ഉറൂസ് അസ്ഹർ ശാരിഅത്തിന്റെ ആദ്യത്തെ തവസ്സുൽ തവസ്സുലാക്കി ബാക്കി ദിക്ർ മജ്ലിസ് സ്വലാത്തൊക്കെ നടത്തി. ഇനി പ്രത്യേകിച്ചും ബദ്രീങ്ങളെ കൊണ്ട് തുടങ്ങി ഇമാം ശാരിഅത്ത് റഹിമഹുല്ലാഹി മശായിഖിനെ തവസ്സുലാക്കാൻ അതിന്റെ തുടക്ക ഭാഗം ബദ്രീങ്ങള് മഹാനവറുകൾ എഴുതിയ ആ മഹാന്മാരായ ബദ്രീങ്ങൾ തവസ്സുലാക്കാണ്. നമ്മൾ തവസ്സുലാക്കുമ്പോഴൊക്കെ വലിയ ബഹുമാനത്തോടുകൂടെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പ്രകാശിക്കണം ഈ മഹാന്മാരുടെ പുണ്യ പേരുകളെ കൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ബദ്രിയത്ത് ചെല്ലുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.